ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ഹീറോയ്ക്ക് ടെൻഷനായി. ജിമ്മിനെ മുറിക്കാൻ തുടങ്ങി, വീണ് മുറിക്കാൻ തുടങ്ങി, ജങ്ങൾക്ക് മുറിക്കാൻ തുടങ്ങി, എല്ലാം മുടങ്ങി. ഹീറോയിൻ്റെ ഡാഡിക്ക് മനസ്സിലായില്ല എന്താടാ നടക്കുന്ന. എൻ്റെ വൈഫിനെ തിരിഞ്ഞു നോക്കി. റോസ് പറയാൻ തുടങ്ങി, എന്താ നടക്കുന്നത്? നല്ല നല്ല പടം. അർജുന പറയാൻ തുടങ്ങി, എന്താടി നീ ചെയ്യുന്നേ? ആഹാ നല്ല നല്ല മൂവിയോടെ നടക്കുമ്പോൾ നമുക്ക് നോക്കാം. അർജുൻ മണ്ടയ്ക്ക് വെച്ച്, എൻ്റെ റോസ് ഇവിടെ നടക്കുന്ന അറിയോ നിനക്ക്? ഇവിടെ തിയേറ്ററല്ല നടക്കുന്നുണ്ട്, സീരിയസ് വാടകയ്ക്ക് വരിക്കാം. എന്നെ വിളിച്ചോണ്ട് വന്നു. ഫ്രീ ആക്കി കൺഫ്യൂസായി. മോളെ എന്താ ചാച്ചാ? ബാക്കിയെല്ലാം ചെയ്യാം. ശരി. ബാക്കിയെല്ലാം അവിടെ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും പിടികിട്ടില്ല. ബാക്കി അവൾ ഗുരുജി പറഞ്ഞു ഇതെല്ലാം ചെയ്യണമെന്ന്. ഇതെല്ലാം അവിടെ ചെന്ന് എൻ്റെ വീട്ടിൽ ഹീറോയിന് മമ്മി ഡാഡി പറയാൻ തുടങ്ങി, ഞങ്ങൾ മുമ്പ് പോവാം, വാ മനുഷ്യാണ്. ഹീറോയിന് മമ്മി ഹീറോയിൻ്റെ അച്ഛനെ വിളിച്ചോണ്ട് പോയി. ഹീറോയിൻ്റെ അച്ഛനെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങി. നിങ്ങൾ വല്ല വാ. റോസിനോട് പറയുന്നത്. ഒരു 2 കാറുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ടെൻഷനിൽ സ്പീഡൊക്കെ പോയി കാറ് മിക്കിയിട അർജുൻ. ശരി, ഈ ടെൻഷനായിരുന്നു അർജുൻ വലിയ വണ്ടിയാണ് വന്നത് അർജുനോട്. അവർ ഓൾറെഡി 3 കാറുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ജിന്ന് കാറോട്ടായിരുന്നു. 3 വണ്ടിയായിരുന്നു. പിന്നെ ഒരു വലിയ കാർ. ഹീറോയി ടെൻഷനിൽ പോകുന്നത് വെള്ളത്തിലോട് കാറിന് 3 പേര് മറിയാൻ തുടങ്ങി. വലിയ കാറായിരുന്നു. 3 പേരെ വേറെ വണ്ടിയിൽ വരായിരുന്നു. അങ്ങനായിട്ട് ഇങ്ങനെ 7 പേർ അവർ തിരിച്ച് വന്നായിരുന്നു. അതിനെ കൊണ്ട് ഇവർക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഇങ്ങനെ നടക്കുന്ന കാറിൽ 7 പേർ പാഞ്ഞുകൊണ്ട് വന്നായിരുന്നു. 3ാമത്തെ കാറിൽ അവർ 7 പേരോ ഇരുന്നു കാറിൽ നിന്ന്. ആറും പറയാൻ തുടങ്ങി, എന്താടാ അവിടെ നടന്നത്? ഈ ഒരു ഉള്ളിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. എന്താണ് എനിക്ക് മാരേജ് നിനക്കാ? എനിക്കുമായി. 3 ആരും പറയടാ. ഞങ്ങൾ 3 പേര് കല്യാണം കഴിച്ചു. ആരടാ നിങ്ങളെ 3 പേരെ വൈഫിനെ പേരെന്താ? ഒരേ ദൈവം പറഞ്ഞു. ഇതോട് ഞങ്ങൾ ആറും പറയുന്ന കോമഡി ഒന്നും പറയണ്ടാ. അതെടാ സീരിയസ് ചാടി ഈ ഒരു ജോക്ക് എന്ന് പറഞ്ഞാൽ നമ്പിയായില്ലായിരുന്നു ആറും. അങ്ങനെ ഹീറോ ടെൻഷനായിട്ട് വീട്ടിൽ പോകാൻ മുമ്പ് കാറ് ഫോളോ ചെയ്ത ആറും. പ്ലീസ് ജിൻ കാറിടറാ. ശരി. ആറും കാറൊട്ടിയ വണ്ടീനെ ശരിയാക്കും, ഞാനേ ഓട്ടുന്നു വണ്ടി. അങ്ങനെ വണ്ടി എടുത്തോണ്ട് വീട്ടിലൊക്കെ പോയി. ഹീറോ ടെൻഷനായി അകത്ത് പോവാ. ജിമ്മിൻ ഞങ്ങൾക്ക് അടുത്ത് വന്നിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായി. മോളെ നല്ല കാലെടുത്ത് അകത്ത് പോവാ. എൻ്റെ ആളുടെ ഒരു വെച്ച് അങ്ങനെ ചടങ്ങായി. പിന്നെ റിങ് കിട്ടും. ഇതാർക്ക് കിട്ടുന്നത് നോക്കാം. റിങ് കിട്ടും. ഹീറോ തളയല്ല. അയ്യോ ഈ കടുപ്പാണ്. ഹീറോ ടെൻഷനിൽ വീട്ടിൽ പോയി. മോളെ സാരെടുക്കും. അമ്മോ എല്ലാം റെഡി. നീ 3 മറ്റേ റൂമില്ലേ? വലിയ റൂം. ആര് റൂമുക്ക്? ജങ്ങ് കൊടുത്തിട്ട റൂം. അത് വലിയ റൂമല്ലേ? അതൊക്കെ ഇപ്പോൾ എന്താ ചെയ്യാം? ആ റൂം പോവാമ്മ. ഞാനും പോകുന്നില്ല. ഹീറോ ടെൻഷനാണ് പോകുന്നത്. അമ്മ പിടിച്ചിട്ട് നല്ല മേക്കപ്പ് ചെയ്ത് റെഡിയായി ചെയ്ത് അവർ 3 പേർ റൂം കയറി. 3 പേർ ഒരേ റൂമിലാണ് ഉള്ളത്. അയച്ച് ഹീറോയ്ക്ക് ടെൻഷനാവാൻ തുടങ്ങി. ശരിടാ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് ആപ്പ്. അങ്ങനെ 3 പേർ വീട് നോക്കായിരുന്നു. അവർ പട്ട് മുണ്ട് ഷർട്ടിലിരുന്നായിരുന്നു. അയ്യോ ഇതിരിക്കാനും ബോറടിക്കാം. അങ്ങനെയായിട്ട് അവർ എന്ത് ചെയ്ത്, ശരി ഇത് എങ്ങനെ അയക്കണം? ശരി ഓക്കെ. 3 പേർ പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ഹീറോയകത്ത് വന്ന് നോക്കുമ്പോൾ 3 പേർ കോളത്ത് കണ്ട് ഹീറോയ്ക്ക് ഷാക്കായി. എന്താടാ ഇത് ചെയ്തത്? എന്ത് അടിച്ച് എന്താ കോളത്? അത് മുണ്ട്. എന്താടാ ഇത്? ചെടിയല്ലേ? ഇത് ഷോർട്ട് പാൻറ്റ്. ഇന്ത്യയിലെ ചെടി എത്ര മണ്ട ഇത് ഷോർട്ട്. അയ്യോ പോയിട്ട് റെഡി ആയിട്ട് വാ, നിങ്ങൾ ഡ്രസ്സ് ആയിട്ട് വാ. ശരി. ഇവള് ദേഷ്യം പിടിക്കുന്നു. കൊടുപ്പായി ഹീറോയ്ക്ക്. കൊടുപ്പായി. ഹലോ ഹീറോ പുറത്ത് ഇറങ്ങിയിട്ട് പോകാൻ തുടങ്ങി. ഹീറോ തുറന്നു നോക്കും. ഹീറോ മമ്മി ഡാഡി സംസാരിക്കും. അയ്യോ ഇത് പോകുന്നില്ല. ഹീറോ മുറിക്കത് 3 പേർ മുറിക്ക തന്നെ. എന്നിട്ടാ താലി കെട്ടിയത് എനിക്ക്. എന്നിട്ടാ മാരേജ് കഴിച്ചത്? എന്നിട്ടാ കത്ത് താലി കെട്ടി. ഹീറോയിൻ മിരട്ട തുടങ്ങി. അതില്ല, അവർ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് പിടിച്ച പെണ്ണ് താലി കെട്ടാൻ പറഞ്ഞായിരുന്നു അവർ. എടാ അവിടെ ആരുണ്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. എടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ്, നിങ്ങൾ ലവ് ചെന്ന പെണ്ണിക്ക് താലി കെട്ടാൻ പറഞ്ഞ. അവിടെ ആരുമില്ല, എന്നെ നിങ്ങൾക്ക് പിടിച്ചതാ. അങ്ങനെ 3 പേർ തല തുടങ്ങി താഴേക്ക്. എപ്പോഴാ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ തുടങ്ങിയത്? പറയടാ. എനിക്ക് ടെൻഷനാവാ. അതല്ല, നിനക്ക് എന്നെ നിങ്ങളെ പിടിക്കുമെന്ന് എനിക്കറിയും. ഹീറോയ്ക്ക് ഷാക്ക്. എന്ത്? അതുമാത്രമല്ല ഞങ്ങൾക്ക് 3 പേർക്ക് ഡ്രസ്സ് നീ തന്നതാരും എനിക്ക് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഡ്രസ്സ് വെച്ചത്. ഇതെങ്ങനെയാടാ നിങ്ങൾക്ക് അറിഞ്ഞത്? റോസ് പറഞ്ഞതാ? റോസ് പറഞ്ഞ ഞങ്ങൾ കേട്ടു. എങ്ങനെയാ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയൂ? അവർ 3 പേര് ഉള്ളിൽ തന്നെ ഒരു മുസ്ലിം തുടങ്ങി. അതെ
ഞങ്ങൾക്ക് ടോട്ടല് എനിക്ക് ടോട്ടല് ഇത്ര ലാംഗ്വേജ് അറിയോ. മലയാളം എനിക്ക് ലാംഗ്വേജ് അറിയൂപ്പാ. ഇത് പറഞ്ഞു ഇത് കേട്ട് ഷോക്കായി. മലയാളം ലാംഗ്വേജ് അറിയോ. ജങ്ങൾക്ക് ജിമ്മിന് പറയാൻ തുടങ്ങി. അതെ ഞങ്ങളിൽ സെക്രട്ടറി ഉണ്ട്, അവളെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്ത് സെക്രട്ടറിയാ? അതെ, പേര് പേര് ലക്ഷ്മി പറഞ്ഞവള. അതായത് ഗേളായിരുന്നു, നമ്മളെ കമ്പനി ജോലി ചെയ്തായിരുന്നു. അവർ ഇവിടുന്ന് വന്നത്, കേരളത്തിൽ വന്നതാ. പറഞ്ഞ കോഴിക്കോട് ഇവിടെ കേരളത്തിലാണ് വന്നത്. കോഴിക്കോട് അവൾ അച്ഛൻ്റെ വീട്, അമ്മേൻ്റെ വീട് ഈ സൈഡാ, വേറെ പ്ലേസ്, നിങ്ങളുള്ള പ്ലേസിലാണ്. ഹീറോയ്ക്ക് ഷാക്കായി. എന്ത് സത്യമാണോ? അതെ അതെ, നീ എന്ത് പറഞ്ഞില്ല നമുക്ക് മനസ്സിലാവും. അതാ നീ എൻ്റെ അടുത്ത് പോയി ഒന്നും നീ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവുന്നില്ലേ. അയ്യോ 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 എന്താ ചെയ്യാ. ശരിടാ പോടാ, നിങ്ങൾ 3 പേരെ താഴെ കിടന്നോ, ഞാൻ വീട്ടിൽ കിടക്കുന്നത്. ആഹാ ഹാ ഹാ, ഞങ്ങളും വീട്ടിൽ കിടക്കും. അയ്യോ നിങ്ങൾ മുകളിൽ കിടന്നു, ഞാൻ താഴെ കിടക്കുന്നു. ഹീറോ ടെൻഷനിൽ വിട്ട് ഉറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞ് ഹീറോയിനെ 3 പേർ പൊക്കി. അയ്യാ ശരടാ ഇവൾ ഉറങ്ങി. ഓ സമാധാനം. ബെഡിൽ പിടിച്ചിട്ട് 3 പേർ ഇട്ടു. അങ്ങനെ 3 പേർ കെട്ടി ഉറങ്ങിയാൽ തുടങ്ങി. ഒന്നും നടത്തില്ല. ഹീറോയിൻ രാവിലെ ചോക്ക്, എന്ത് ഇത്, എട്ടോ മുണ്ട് 3 പേരെ മണ്ട കുത്തി. എന്നിട എന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയത്. ഒന്നുമില്ല പോടായിരിക്കാം. ഹീറോ ടെൻഷൻ താഴെ ഇറങ്ങിപ്പോയി. അമ്മയച്ഛൻ നോക്കി ഷോക്കായി. എന്തോ നടന്നിട്ടേ ഇങ്ങനെ ഷോക്കായി മുറിക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് വെച്ച എൻഗേജ്മെൻറ്റ് അതും ക്യാൻസലായി. ഇവരെ 3 പേര് കുർത്തക്കെട്ട് കാട്ടിയതിൽ ഹീറോയിൻ്റെ മാരേജ് ക്യാൻസലായി. ഹീറോയ്ക്ക് ടെൻഷനായി. ഇവരെ ചെന്നിട്ട് എന്ത് പറയില്ല. അങ്ങനെ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കൺഫ്യൂസായി ഹീറോയ്ക്ക്. ശരി ഇവരെ വെച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ആയിട്ട് എന്താ ചെയ്യാന്ന് ഹീറോയി ടെൻഷനിൽ വീട്ടിലേക്കകത്ത് പോയി. അങ്ങനെ ഹീറോയി 3 പേര് താഴ്ന്നു. ശരിയായിട്ട് കുളിച്ചിട്ട് വരാം, ഇവരിപ്പോൾ വരില്ല, ഇവർ അമ്മേനോട് സംസാരിക്കാനായിട്ടെടുക്കും. അങ്ങനെ പറഞ്ഞ് ഹീറോയിനെ കുളിച്ചിട്ട് ഫ്രഷ് ആയി തട്ട് എടുത്ത് വന്നു. അവരുള്ള വീട്ടിൽ ഓർമ്മയില്ലായിരുന്നു ഹീറോയി. തട്ട് എടുത്ത് വന്നായിരുന്നു, കുട്ടി തട്ട്. അത് കാളല്ലേ തടല്ലേ കാണുന്നു. ഹീറോയ്ക്ക് ഷോക്കായി. 3 പേരെ വാന്ന് ജോലി വിട്ട് നോക്കാതാണ് 3 പേര്. ഇതുകൊണ്ട് ഹീറോയ്ക്ക് ടെൻഷൻ. നിങ്ങളുടെ വെളിയിലുള്ളത് എന്തുവായോ 3 പേർ നോക്കാം. ഹീറോയ്ക്ക് ടെൻഷനെ പോടാ വെളിയിൽ. 3 പേരെ തച്ചിട്ട് പോയിച്ചോ. അയ്യോ എല്ലാം നോക്കി.